പുറത്തു പോകണ്ടേ? ആലിപ്പറമ്പ് പഞ്ചായത്തിന്റെ വികസന കാര്യ കമ്മിറ്റി ചെയർമാനാണ് മജീദ് മാസ്റ്റർ. ആ മജീദ് മാസ്റ്ററാണ് ഭരണത്തിന്റെ പോരായ്മ പഞ്ചായത്തിന്റെ മുന്നിൽ പത്രലേഖകരോട് ഒരു മാസം കൊണ്ട് ഇറക്കി 6 മാസം കൂടുമ്പോൾ ഉണ്ടാക്കിയ പ്രസിഡന്റ് 1 മാസം കൊണ്ടാണ് ഇറങ്ങി പോകുന്നത്. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ലീഗിന്റെ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. ഇന്ന് 11 മണിക്കാണ് അവിശ്വാസ പ്രമേയത്തിന് സമയം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അവിശ്വാസ പ്രമേയം നൽകിയ 7 പേർ മാത്രമാണ് പഞ്ചായത്തിലെത്തിയത്. ലീഗിന്റെ 7 വിമതർ മാറി നിന്നു. ഒപ്പം CPM പ്രതിനിധികളും വിട്ടുനിന്നതോടെയാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത്. എന്തായാലും ഇനി 6 മാസക്കാലത്തേക്ക് KT അഫ്സൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി തുടരാനാണ് സാധ്യത. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 100% പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ലീഗിനുള്ളിലെ വിഭാഗീയത കൂടുതൽ മറനീക്കി പുറത്തുവന്ന കാഴ്ചയാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതോടെ കാണാനാവുന്നത്. 13 ലീഗ് പ്രതിനിധികളും 1 കോൺഗ്രസ് പ്രതിനിധിയും 7 CPM പ്രതിനിധികളും ഉൾപ്പെടുന്ന 21 പഞ്ചായത്ത് മെമ്പർമാരിൽ അവിശ്വാസ പ്രമേയം നൽകിയ 7 ലീഗ് പ്രതിനിധികൾ മാത്രമാണ് ചർച്ചയ്ക്കെത്തിയത്. ഇതോടെ ക്വാറം തികയാതെ വരികയും അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച നടത്താൻ കഴിയാതെ നടപടികൾ അവസാനിപ്പിക്കുകയുമായിരുന്നു. ഇവിടെ പങ്കെടുത്ത മെമ്പർമാർ 7 ആൾക്കാരാണ്. അതുകൊണ്ട് കോറം തികയാത്തതുകൊണ്ട് ചർച്ച ചെയ്തിട്ടില്ല. നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുകയാണ്. ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സലിനെതിരെ വാപ്പുട്ടി ഹാജി, നവാസ്, മജീദ് മാസ്റ്റർ, CT നൌഷാദ് അലി, വാഹിദ ടീച്ചർ, സഫ്വാന ടീച്ചർ, ശാരദ എന്നിവരാണ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചിരുന്നത്. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതോടെ KT അഫ്സൽ പ്രസിഡന്റായി തന്നെ തുടരും. പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചവർക്കെതിരെ നിയമ നടപടികളടക്കമുണ്ടാകുമെന്നാണ് ലീഗ് നേതൃത്വം നൽകുന്ന സൂചന. പാർട്ടിയെ വഞ്ചിച്ചിരിക്കുകയാണ് ഒരു കൂട്ടരെന്നും നേതൃത്വം പ്രതികരിച്ചു. മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന് ആ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി പാർട്ടി നേതൃത്വം കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ CPMന്റെ പിന്തുണയോടുകൂടി ഭരണം നിലനിർത്താൻ വേണ്ടി അവിശ്വാസത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആണ് നടന്നിട്ടുള്ളത്. നടപടി പാർട്ടി നേതൃത്വം സംഘടനാപരമായ നടപടി പാർട്ടി നേതൃത്വം കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ലീഗിനുള്ളിലെ വിഭാഗീയത കൂടുതൽ മറനീക്കി പുറത്തുവരികയാണോ എന്ന ചോദ്യത്തിനും നേതൃത്വത്തിന് വ്യക്തമായ മറുപടിയില്ല. അവരുടെ പ്രാദേശികമായും കൊണ്ടുള്ള ചില വ്യക്തികളുടെ പ്രലോഭനങ്ങൾക്ക്, അവരുടെ ഭീഷണികൾക്ക് വഴങ്ങിയാണ് നമ്മൾ ചില മെമ്പർമാർ ഇന്ന് ഇങ്ങോട്ട് വരാതിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ഭരണമേൽക്കുന്നതിന് മുമ്പ് തന്നെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നുവെന്നും എന്നാൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിനായി KT അഫ്സലും പിന്തുണയ്ക്കുന്നവരും CPMനെ കൂട്ടുപിടിച്ചിരിക്കുകയാണെന്നും ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ലീഗ് നേതൃത്വം ആരോപിച്ചു. CPMുമായി കാലാകാലങ്ങളിലായിട്ട് നമ്മളെല്ലാം എതിർക്കപ്പെടുന്ന CPMുമായി ഒത്തുചേർന്ന് ഈ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് അവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആലിപ്പറമ്പിലെ മുസ്ലിം ലീഗിൻ്റെയും UDFന്റെയും പ്രവർത്തകർ ചിത്രീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയത് താൻ ഉൾപ്പെടുന്നവരല്ലെന്നും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നവരുടെ കോൾ ലോഗുകൾ ജനമധ്യത്തിൽ തുറന്നുകാണിക്കാൻ അവർ തയ്യാറാകണമെന്നും KT അഫ്സൽ ടുഡേ ന്യൂസിനോട് പറഞ്ഞു. കാശും സ്ഥാനമാനങ്ങളും ഓഫർ ചെയ്ത് അവിശ്വാസ പ്രമേയം വിജയിപ്പിക്കാൻ നീക്കം നടത്തിയിരുന്നുവെന്നും അഫ്സൽ പറഞ്ഞു. അവരുടെ ഈ ആരോപണം ഉന്നയിച്ച ആളുകളുടെ ഫോണിന്റെ കോൾ ലോഗ് ഒന്ന് പരിശോധിക്കാതെ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടും ആരായിരുന്നു അതിനു വേണ്ടി. അതിന് എല്ലാവിധ ഓഫറുകളും അവർ നൽകിയിട്ടുണ്ട്. അതിന് അധികാരം പങ്കിടാൻ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പ് വരെ CPMന് കൊടുത്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ അവിശ്വാസത്തെ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളടക്കം അവർ നടത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഭീമമായ രീതിയിലുള്ള പണം ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ പണച്ചാക്കവുമായിട്ട് ഒരുപാട് ഇടനിലക്കാരുണ്ടായിരുന്നു. ആ ഇടനിലക്കാരുടെ നേതൃത്വത്തിൽ ആ രീതിയിലുള്ള ഓഫറുകൾ അടക്കം നൽകിക്കൊണ്ട് ഈ അധികാരം അട്ടിമറി നടത്തുന്നതിന് അല്ലെങ്കിൽ നേരത്തെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നു എന്ന ആരോപണം ഉന്നയിച്ച ആളുകൾ ഈ രീതിയിൽ അധികാരത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു തരത്തിലുള്ള മൊറാലിറ്റിയും ഇല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയത് ആരാണെന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ കോൾ ലോഗ് മാത്രം പരിശോധിച്ചാൽ മതി.
എന്തായാലും ലീഗിന്റെ ആദ്യത്തെ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതോടെ KT അഫ്സൽ പ്രസിഡന്റായി തന്നെ തുടരും. എന്നാൽ വിട്ടുനിന്ന മറ്റ് ലീഗ് പ്രതിനിധികൾക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് തെളിയുന്ന ചിത്രം. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നൽകിയ കത്ത് മുഖവിലക്കെടുക്കാതിരുന്നതോടെ KT അഫ്സലിനെ പാർട്ടിയിൽ നിന്നും നാളുകൾക്ക് മുൻപ് തന്നെ പുറത്താക്കിയിരുന്നു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.